അൽഹംദുലില്ലാ കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ ഫാമിലെത്തിയിട്ടോ. ഇവിടെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഇത് നമുക്കിവിടെ ഇറങ്ങിയാലോ? ഇറങ്ങിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുപാട് കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാം. കൂട്ടുകാരെ, നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ തക്കാളി വാങ്ങാറില്ലേ? തക്കാളി വാങ്ങാറുണ്ട് അല്ലേ? ആ തക്കാളി ഒരുപാട് ഫാർമേഴ്സ് കഷ്ടപ്പെട്ട് ഒരുപാട് ദിവസങ്ങളോളം പണിയെടുത്തിട്ടാണ് അതിൻ്റെ ചെടി വളർത്തി വലുതാക്കുന്നത്. അതിന് വെള്ളമൊക്കെ ഒഴിച്ച് അതിനെ പരിപാലിച്ചിട്ടാണ് ഒരുപാട് തക്കാളികൾ ഉണ്ടാക്കുന്നത്. ഈ പാകമായിട്ടുള്ള തക്കാളി ചെടി നോക്കിയാൽ നിങ്ങൾ, അതിൽ തക്കാളി ഉണ്ട് അല്ലേ? എന്ത് രസമാണ് കാണാൻ, നല്ല രസമല്ലേ കാണാൻ? ഫ്രണ്ട്സ്, നിങ്ങളിതാ ഇതെന്താ നോക്കാണേ? നോക്കിയേ, വെണ്ടക്കയാണ് അല്ലേ? വെണ്ടക്ക കൃഷി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് നിങ്ങൾ? ഇത് നോക്കിയേ, വെണ്ടച്ചെടിയിലെ അതിലിതാ വെണ്ടക്ക നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ? കൂട്ടുകാരെ, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒനിയനില്ലേ? ഒനിയൻ കണ്ടിക്കണോ? ഉള്ളി. നമ്മൾ ഒരുവിധം എല്ലാ കറികളിലും ഒനിയൻ ഇടാറുണ്ട് അല്ലേ? ഉള്ളി ഇടാറുണ്ട്. നിങ്ങൾ ഒനിയൻ കൃഷി ചെയ്യുന്നത് കണ്ടു നോക്ക്. നല്ല പാകമായിട്ട് നിൽക്കുന്നത് കാണുന്നുണ്ട് അല്ലേ? കാണുന്നില്ല ഞങ്ങൾ? ഇതാണ് ഒനിയൻ കേട്ടോ. ഉള്ളി നമ്മുടെ കേരളത്തിൽ കൃഷി ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്കറിയാമോ? വളരെ കുറച്ച് മാത്രമേ കൃഷി ചെയ്യുന്നുള്ളൂ കേരളത്തിൽ. എന്നാലോ ഒനിയൻ കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത് എവിടെയാണെന്നറിയോ? മഹാരാഷ്ട്ര പോലെയുള്ള സ്റ്റേറ്റിലാണ് ഒനിയന് ഒരുപാട് കൃഷി ചെയ്യുന്നത്. ഓക്കെ, ഈ മണ്ണിൽ നിന്നും നമുക്ക് വേണ്ട എല്ലാ ഭക്ഷണം സാധനങ്ങളും ഉണ്ടാക്കി തരുന്നത് ആരാണ്? ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നത്? നമുക്ക് വേണ്ട എല്ലാ ഭക്ഷണങ്ങളും മണ്ണിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കി തരുന്നത് ആരാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അല്ലാഹു ആണ് അല്ലേ? നമ്മൾ എന്നും കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് ചോറ്. ചോറ് കൂട്ടുകാർ കഴിക്കാറില്ലേ? നമ്മൾ ഉച്ചക്ക് ചോറ് തിന്നാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ രാത്രിയും ചോറ് തിന്നു. ചിലപ്പോൾ നമ്മൾ നല്ല അടിപൊളി ബിരിയാണിയൊക്കെ വെച്ച് കഴിക്കും അല്ലേ? അങ്ങനെ അധികവും നമ്മൾ എന്താ തിന്നാറുള്ളത്? ചോറാണല്ലേ? ഈ ചോറൊക്കെ ഉണ്ടാക്കാൻ എന്താ നമ്മൾ ഉപയോഗിക്കാറുള്ളത്? റൈസ് അല്ലേ? അരിയാണ് നമ്മൾ ചോറുണ്ടാക്കാൻ ഉപയോഗിക്കാറുള്ളത്. നിങ്ങളിതാ ഈ കാഴ്ച ഒന്ന് കണ്ടു നോക്കിയേ കൂട്ടുകാർ. അരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്ക്. കാണുന്നില്ലേ നിങ്ങൾക്ക്? ഇങ്ങനെയാണ് റൈസ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരുപാട് ഫാമേഴ്സ് വളരെ കഷ്ടപ്പെട്ട് നല്ലോണം അധ്വാനിച്ചിട്ടാണ് ഇവിടെയുള്ള കൃഷികളൊക്കെ ചെയ്യുന്നത്. കൃഷി ചെയ്തിട്ടാണ് നമുക്ക് വേണ്ട എല്ലാ ഭക്ഷണ വസ്തുക്കളും ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ ചളി നിറഞ്ഞ വയലിൽ നിന്ന് ഇത്രയും റൈസൊക്കെ ഉണ്ടാക്കുന്നത് ആരാണ്? ഇത്രയും റൈസൊക്കെ നമുക്ക് നൽകുന്നത് ആരാണ്? ആരാണ്? അല്ലാഹു ആണല്ലേ? അല്ലാഹു ആണ് നമുക്ക് വേണ്ട എല്ലാ ഭക്ഷണങ്ങളും ഒരുക്കി തന്നത്. കൂട്ടുകാരെ, അള്ളാഹുവിന് ഒരുപാട് പേരുകളുണ്ടെന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? മറന്നുപോയോ? ഇല്ല. എത്ര പേരായിരുന്നു? ആരാ പറയുക? എത്ര പേരാണ്? യെസ്, അള്ളാഹുവിന് 99 പേരുകളുണ്ട് അല്ലേ? അതിൽ അല്ലാഹ് ഈസ് അൽ ഖാലിഖ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അതിൻ്റെ അർത്ഥം? അല്ലാഹ് ഈസ് ദ ക്രിയേറ്റർ. അള്ളാഹു ക്രിയേറ്ററാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അള്ളാഹു ഖാലിഖാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾക്ക് ഒരു പുതിയ പേര് പഠിക്കാം. ആരുടെ പേര്? അള്ളാഹുവിൻ്റെ ഒരു പുതിയ പേരാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് വേണ്ട എല്ലാ ഭക്ഷണങ്ങളും ഒരുക്കി തരുന്ന അള്ളാഹുവിന് ഖുർആനിൽ പറയുന്ന മറ്റൊരു പേരാണ് നമ്മൾ പഠിക്കാൻ പോണത്. എന്താണെന്നറിയോ? അല്ലാഹ് ഈസ് അർ-റസാഖ്. എന്താണ് പേര്? അല്ലാഹ് ഈസ്
അർ-റസാഖ്. അർ-റസാഖ്. അള്ളാഹു നമുക്ക് മാത്രമാണോ ഭക്ഷണം ഒരുക്കി തരുന്നത്? ആണോ? അല്ലല്ലേ. അള്ളാഹു എല്ലാ ആനിമൽസിനും ബേഡ്സിനും അതുപോലെ തന്നെ നമുക്കും ഭക്ഷണം തരുന്നുണ്ട്, ഫുഡ് നൽകുന്നുണ്ട്. കൂട്ടുകാരൊന്ന് സ്ക്രീനിലേക്ക് നോക്കിയേ. എന്താ കാണുന്നത്? ഇതാരാ ഫുഡ് കഴിക്കുന്നത്? ആരാണിത്? ഒരു പശു ആണല്ലേ. പശു ഇതാ നല്ല പുല്ല് തിന്നുക. കാണില്ലേ നിങ്ങൾ? പശു ഇതാ പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ്. പശുവിന് വലിയ ഇഷ്ടമാണ് കേട്ടോ പുല്ല്. ഈ പുല്ലൊക്കെ നമ്മൾ നട്ടു വളർത്തിയതാണോ? ആണോ? അല്ലല്ലേ. പിന്നെ അള്ളാഹു ആണ് അവർക്ക് ഈ ഭൂമിയിൽ ഈ പുല്ലും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഫുഡൊക്കെ ഒരുക്കി കൊടുത്തിട്ടുള്ളത്. ഓരോ മഴ പെയ്യുന്ന സമയത്തും താനേ പുല്ലുകൾ ഇങ്ങനെ മുളച്ച് വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? യെസ്. അതുപോലെ തന്നെ കൂട്ടുകാരെ ഇതൊന്ന് കണ്ടു നോക്ക്. ഇതെന്താ കാണുന്നത് നിങ്ങൾ? കുറേ ബേഡ്സ് അവരുടെ ചുണ്ടിൽ ഇങ്ങനെ ഫുഡ് കളക്ട് ചെയ്തിട്ട് എന്താ ചെയ്യണത്? അവരുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ പോവുകയാണല്ലേ. നോക്ക് നിങ്ങൾ. അവരുടെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷികൾ ഇതാ ഫുഡൊക്കെ ചുണ്ടിൽ വെച്ചിട്ട് ഇങ്ങനെ പോവുകയാണ്. ബേഡ്സിന് ഈ ഫുഡൊക്കെ ആരാ കൊടുത്തത്? ആരാണ്? യെസ്, ആരാണ്? ഉറക്കപ്പറി. ആരാണ്? അള്ളാഹു ആണ് അല്ലേ. അള്ളാഹു ആണ് അവയ്ക്കൊക്കെ ഫുഡ് കൊടുത്തിട്ടുള്ളത്. നമുക്കും ആരാ ഫുഡ് തരുന്നത്? നമുക്കും ബേഡ്സിനും ആനിമൽസിനും ഒക്കെ ഫുഡ് നൽകുന്നത് അള്ളാഹു ആണ്. ഇങ്ങനെ എല്ലാ ജീവികൾക്കും അള്ളാഹു എന്താക്കുന്നുണ്ട്? ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അള്ളാഹുവിൻ്റെ പേരെന്തായിരുന്നു? ഇങ്ങനെ എല്ലാ ജീവികൾക്കും വേണ്ടി ഭക്ഷണം ഒരുക്കി വെച്ച അള്ളാഹുവിൻ്റെ പേര് നമ്മൾ പറഞ്ഞു. എന്താണ്? അർ-റസാഖ്. അർ-റസാഖ്. എന്താണ്? സാറിൻ്റെ കൂടെ ഒന്ന് ഉറക്കെ പറഞ്ഞ എല്ലാവരും ഉറക്കെ പറയും. എന്താണ്? അർ-റസാഖ്. അർ-റസാഖ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് എന്നറിയോ കൂട്ടുകാർക്ക്? എന്താ അർത്ഥം? എന്താണ്? എന്ന് പറഞ്ഞാൽ പ്രൊവൈഡർ എന്നാണ് അർത്ഥം. എന്താണ് അർത്ഥം? പ്രൊവൈഡർ. അതായത് നമ്മൾ മനുഷ്യന്മാർക്കും ഈ ഭൂമിയിലെ മറ്റ് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ജീവികൾക്കും ഭക്ഷണം നൽകുന്ന അള്ളാഹുവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അർ-റസാഖ് എന്ന് പറയുന്നത്. അർ-റസാഖ്. എന്താ പറയുക? അർ-റസാഖ്. എല്ലാവരും പഠിച്ചോ? സാറിൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചേ. സാറ് 3 പ്രാവശ്യം പറയൂ കേട്ടോ. അപ്പോൾ സാറിൻ്റെ കൂടെ നിങ്ങൾ പറയണം. എന്തായിരുന്നു പേര്? അർ-റസാഖ്. അർ-റസാഖ്. സാറിൻ്റെ കൂടെ പറയുന്നില്ല നിങ്ങൾ? എന്താണ്? അർ-റസാഖ്. എന്തായിരുന്നു അതിൻ്റെ മീനിങ്? പ്രൊവൈഡർ. അള്ളാഹു ആണ് നമുക്ക് എല്ലാ കാര്യവും നൽകുന്നത്. അള്ളാഹുവാണ് നമുക്ക് ഫുഡൊക്കെ നൽകുന്നത്. അപ്പം എന്തായിരുന്നു പേര്? മറന്നു വരുത് കേട്ടോ. അർ-റസാഖ്. അള്ളാഹ് ഈസ് അർ-റസാഖ്. മാഷാ അല്ലാഹ്. എല്ലാവരും പഠിച്ചു അല്ലേ? എല്ലാവരും പഠിച്ചില്ലേ? ഉഷാറാണ്. സോ ഫ്രണ്ട്സ്, ഇന്ന് മുതൽ അള്ളാഹുവിൻ്റെ ഒരു പേര് കൂടി നമ്മൾ പഠിച്ചു അല്ലേ? നമ്മൾ പഠിച്ചു. അള്ളാഹുവിൻ്റെ അർ-റസാഖ്, ദ പ്രൊവൈഡർ എന്ന പേരാണ് നമ്മൾ ഇന്ന് പഠിച്ചത് അല്ലേ? ഇൻഷാ അല്ലാഹ് ആലിം ലേണിംഗ് ആപ്പിൽ നമ്മുടെ മദ്രസ കഴിയുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ 99 നെയിംസും നല്ല ഉഷാറായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ തന്നെ നമ്മൾ പഠിക്കും കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നു മുതൽ ഏത് ഫുഡ് കണ്ടാലും നമുക്ക് ആരോർമ്മ വരണം? ആരോർമ്മ വരണം? അള്ളാഹുവിന് ഓർമ്മ വരണം അല്ലേ? ഓർമ്മ വരൂലേ? കൂട്ടുകാർക്ക് എല്ലാവർക്കും അള്ളാഹുവിന് ഓർമ്മ വരൂലേ? അള്ളാഹുവിൻ്റെ ഈ പേരാണ് ഓർമ്മ വരേണ്ടത്. ഏത് പേര്? എന്തായിരുന്നു ആ പേര്? മറന്നുപോയോ? ഇല്ല. എന്താണ്? അല്ലാഹ് ഈസ് അർ-റസാഖ്. അല്ലാഹ് ഈസ് അർ-റസാഖ്. അപ്പം എല്ലാവരും ഇത് പഠിക്കണം കേട്ടോ.
കൂട്ടുകാരെ, ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു ടാസ്ക്കാണത്. സാർ പറയാൻ പോവാണ് കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ടാസ്ക് എന്താണെന്നറിയോ? നിങ്ങൾ 10 വെജിറ്റബിൾസിൻ്റെയോ ഫ്രൂട്ട്സിൻ്റെയോ ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ ഫോട്ടോ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ മെൻറ്റർക്ക് അയച്ചു കൊടുക്കണം. എന്നിട്ടോ ഓരോ ഫോട്ടോൻ്റെ താഴെയും നിങ്ങൾ വോയിസ് മെസ്സേജ് അയക്കണം. എന്താണെന്നറിയോ അയക്കേണ്ടത്? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ തക്കാളി ചെടിയാണ് മെൻറ്റർക്ക് അയച്ചു കൊടുത്തത് എങ്കിൽ അതിൻ്റെ താഴെ നിങ്ങൾ വോയിസ് അയക്കേണ്ടത് ഞങ്ങൾക്ക് തക്കാളി നൽകിയത് അള്ളാഹു ആണ്, അള്ളാഹ് ഈസ് അർ റസാഖ് എന്ന് പറയണം. അതുപോലെ നിങ്ങൾ വെണ്ടയാണെങ്കിൽ അയച്ചു കൊടുത്തത്, അപ്പോൾ എന്താ പറയേണ്ടത്? ഞങ്ങൾക്ക് വെണ്ട നൽകിയത് അള്ളാഹു ആണ്, അള്ളാഹ് ഈസ് അർ റസാഖ് എന്ന് വോയിസ് ഇടണം. ഇനി നിങ്ങൾ ആപ്പിൾ ആണ് അയച്ചു കൊടുക്കുന്നതെങ്കിലോ ഞങ്ങൾക്ക് ആപ്പിൾ നൽകിയത് അള്ളാഹു ആണ്, അള്ളാഹ് ഈസ് അർ റസാഖ് എന്ന് വോയിസ് മെസ്സേജ് അയക്കണം. എല്ലാവരും അയക്കൂലേ? ഇൻഷാ അല്ലാഹ് ഈ ടാസ്ക് നിർബന്ധമായിട്ട് ചെയ്യണം കേട്ടോ. എന്തായിരുന്നു ടാസ്ക്? 10 വെജിറ്റബിൾസിൻ്റെയോ ഫ്രൂട്ട്സിൻ്റെയോ ഫോട്ടോ എടുത്ത് നിങ്ങൾ മെൻറ്റർക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ടോ ഏതാണോ നിങ്ങൾ അയച്ചു കൊടുത്തത്, തക്കാളി ആണെങ്കിൽ ഞങ്ങൾക്ക് തക്കാളി നൽകിയത് അള്ളാഹു ആണ്, അള്ളാഹ് ഈസ് അർ റസാഖ് എന്ന് വോയിസ് മെസ്സേജ് അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ടാസ്ക് ചെയ്യണം. ചെയ്യൂലേ? ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റിയില്ലേ? ഒരുപാട് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തും അതുപോലെ തന്നെ ഇനിയും കുറേ കാര്യങ്ങൾ നമ്മൾ കാണാനും പഠിക്കാനും ഉണ്ട് കേട്ടോ. കൂടുതൽ പഠിക്കാനും അറിവുകൾ നേടാനും ഒക്കെ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അള്ളാഹിനോട് നമ്മൾ കൂടുതൽ അറിവ് നേടാനും അറിവ് കിട്ടാനും ഒക്കെ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.